സുഭാഷ് ചന്ദ്രബോസ് സാർ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നും നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ISROയുടെ സാറ്റലൈറ്റ് ഇമേജസ് കൊടുക്കുമെന്ന് പറഞ്ഞത്, പക്ഷേ നിർഭാഗ്യവശാൽ ആ സാറ്റലൈറ്റ് ഇമേജസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അർജുനും ലോറിയും ഒന്നും ഇപ്പോൾ ഈ ലാൻഡ് ഏരിയയിൽ ഇല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് മിലിറ്ററി എത്തുകയാണ്, ആർമി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുഴുവൻ പരിശോധനകളും കേന്ദ്രീകരിക്കപ്പെടാൻ പോകുന്നത് ഈ നദിയിലാണ്. ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു സാർ? അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ഗോപീഷ്ണൻ സാറേ. അതായത് നദിയിലൊരു ടാങ്കർ ലോറി വീണു. ആ ടാങ്കർ ലോറി മറിഞ്ഞ് വീണ്ടും ഒഴുകി പോകാത്ത രീതിയിൽ ഒരു 7-8 കിലോമീറ്ററിനകത്ത് ടാങ്കർ ലോറി കിട്ടി. എൻ്റെ ഒരു ലേമാൻ സംശയം, ഒരു വളരെ ടെക്നിക്കൽ അല്ലാത്തൊരു സംശയം, ഈ ലോറി ഈ ഡ്രൈവറോട് കൂടി അല്ലെങ്കിൽ നമ്മൾ അർജുനോടുകൂടി ലോറി നദിയിൽ വീണെങ്കിൽ ഒന്നുകിൽ അത് ഒഴുകി പോകണം, അങ്ങ് കടലിലേക്ക് പോകണം, അല്ലെങ്കിൽ അത് നദിയിൽ ഉണ്ടാവണം. നദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ലോറിയുടെ ഒരു ഹൈറ്റും തടിയുടെ ഹൈറ്റും ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ സൈൻ ആ നദിയുടെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റണ്ടേ. കാരണം 2 ദിവസം പോയ നീരൊഴുക്ക് ഇപ്പോൾ കുറവുണ്ട്, അതിൻ്റെ വേഗത, അതിനകത്തൊരു അണ്ടർ കറൻസ് മാത്രമേ ഉള്ളൂ, സർഫസ് ഫ്ലോ കുറച്ച് കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നദിയിൽ ആ ലോറി കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടേണ്ടതല്ലേ, മറ്റേ ടാങ്കർ ലോറി കിട്ടിയതുപോലെ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ഇത് കടലിൻ്റെ ഭാഗത്തേക്ക് പോകില്ലേ? അപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്ക് പോകില്ലെന്ന് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. കടലിൽ നേരിട്ട് ജനങ്ങൾ ഇറങ്ങിയല്ല, അതിൽ പൊഴിയും അഴിമുഖമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങാനും നിൽക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ വലുതാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, പോകുമെന്നല്ല, പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഗൗരവമായി ഒന്നും വിലയിരുത്തുന്നില്ല. രണ്ടാമത് എൻ്റെ ഒരു നിരീക്ഷണം, ഞാനിത് വളരെ സൂക്ഷ്മതലത്തിൽ ഈ 6 ദിവസവും വിവിധ ചാനലുകളിലൂടെ വല്ലാതെയൊക്കെ സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയിൽ, ഈ ഒരു ചരിഞ്ഞ പ്രദേശം, ആ ചരിഞ്ഞ പ്രദേശം കഴിഞ്ഞൊരു താഴ്വര കഴിഞ്ഞിട്ടാണ് നദി, അല്ല നേരെ കറക്റ്റ് നദിയല്ല. അപ്പോൾ ഈ താഴ്വര എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണു, കുറേ മണ്ണിടിഞ്ഞ് വീണു, ലാൻഡ് സ്ലൈഡിൽ വന്ന് കുറേ മണ്ണ് വീണു. അത് ലോറിയോടൊപ്പമാണ്, ലോറിയെയും കൂടി തള്ളിക്കൊണ്ട് ആ വാലിയിൽ, ആ താഴ്വരയിൽ ലോറി വീണതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് മണ്ണ് വീണതെങ്കിൽ ഇവർ റോഡ് ക്ലിയറൻസിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആദ്യത്തെ ദിവസങ്ങൾ PWD കോൺട്രാക്ട് വരുന്നു, ഡിസാസ്റ്ററിൻ്റെ ആളുകളൊന്നും അവിടെ വന്നിട്ടില്ല. നമ്മൾ വളരെ സൂക്ഷ്മമായി ഇത് കേസ് സ്റ്റഡി പോലെ ചർച്ച ചെയ്യേണ്ടത്. PWDയുടെ ആളുകൾ വരുന്നു, ലോക്കൽ പോലീസ് വരുന്നു, അപ്പോൾ അവർ റോഡ് ക്ലിയർ ചെയ്യുന്നു. ഈ റോഡ് ക്ലിയർ ചെയ്ത മണ്ണെല്ലാം കൊണ്ടിട്ടത് വാലി ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടോ? അപ്പോൾ ഇരട്ടി മണ്ണാവും അങ്ങനെയാണെങ്കിൽ. നേരത്തെ ഒരു ലാൻഡ് സ്ലൈഡിൽ വന്ന മണ്ണുണ്ട്, പിന്നെ ഇവർ കൊണ്ടിടുന്ന മണ്ണുമുണ്ട്, റോഡ് ക്ലിയറൻസിന് വേണ്ടി കൊണ്ടിട്ട മണ്ണുമുണ്ട്. അതിനടിയിലാണോ? അങ്ങനെയാണെങ്കിലല്ലേ, അങ്ങനെ മണ്ണിൻ്റെ അടിയിലാണെങ്കിലല്ലേ ഇത് റിങ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സെൻസർ കിട്ടുകയൊക്കെ ചെയ്യുന്ന, GPS സർവേ വെച്ച് ആദ്യം കിട്ടുകയൊക്കെ ചെയ്യുന്ന, അങ്ങനെയല്ലേ? നദിയിലായിരുന്നുവെങ്കിൽ വെള്ളം കയറുവാനോ അല്ലെങ്കിൽ മൊബൈലിൽ വെള്ളം കയറുവാനോ ഒരുപാട് സാധ്യതകൾ, കൂടുതൽ വേറൊരു റിസ്കി സാധ്യതയാണുള്ളത്. അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടോ? അതായത് കരയിലെ മണ്ണിൻ്റെ അടിയിലല്ല, ഇവർ നികത്തിയ അല്ലെങ്കിൽ നേരത്തെ മണ്ണ് വീണ് അതിൻ്റെ പുറത്ത് ഇവരുടെ മണ്ണ് കൂടി കൊണ്ടിട്ട്, മാറ്റിയ മണ്ണ് കൂടി കൊണ്ടിട്ട് ആ വാലി പോർഷനിൽ ഇതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് രാവിലെ കളക്ടർ പറയുകയാണ്, അവിടുത്തെ ലക്ഷ്മിപ്രിയ കളക്ടർ മാഡം പറയുകയാണ്, ആൾമോസ്റ്റ് കരയിൽ അന്വേഷണം കഴിഞ്ഞു. അതെങ്ങനെയാണ്? എന്നിട്ട് വൈകുന്നേരം വരെ അന്വേഷിച്ചല്ലോ. രഞ്ജിത്ത് ഇപ്പോൾ വന്ന് പറയുന്നു ഇത് അന്വേഷണം ഇനിയും 70% നടന്നിട്ടുള്ളൂ, ഇനിയും കുറേ നടക്കാനുണ്ട്, 2 സൈഡിൽ ഇനി അന്വേഷിക്കാനുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുക? അപ്പോൾ ഇത് ആദ്യം മുതലേ ഒരു താളം തെറ്റിപ്പോകുന്നതും ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യുന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു റോഡ് ആക്സിഡൻറ്റ്, ഒരു ലോറിയും കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു, അവരിങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോയി, അത് നദിയിലാണോ കരയിലാണോ എന്നുള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ലളിതമായ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യം. ഇപ്പോൾ ISROയുടെ ചിത്രം കിട്ടിയാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നേരത്തെ അവിടെ ഈ ലോറി, അതായത് അപകടം നടക്കുന്നതിന് മുമ്പുള്ള ഒരു ചിത്രമാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ 2 ചിത്രമാണല്ലോ. ആ ചിത്രം കിട്ടിയാൽ അവിടെ ലോറികൾ പാർക്ക് ചെയ്തിരുന്നു, അവിടെ കടയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ അത് അല്ലെങ്കിൽ തന്നെ ഇത് ഉണ്ട് എന്ന് അവർ പറഞ്ഞല്ലോ. അപ്പോൾ ISROയുടെ ചിത്രങ്ങൾ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നതിന് ശേഷമുള്ള എവിടെയാണെന്നുള്ള അണ്ടർഗ്രൗണ്ട് ചിത്രങ്ങളെ കിട്ടണം. അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നദിയിൽ അന്വേഷണം നടക്കട്ടെ, പക്ഷേ ആ വാലി പോർഷനുണ്ട്, ഒരു താഴ്വര പ്രദേശമുണ്ട്, അവിടെ കൂടി കൃത്യമായി ഡ്രഡ്ജിങ് നടത്തി ഒരു അന്വേഷണം നടത്തണം. സെൻസറെല്ലാം കൊണ്ടുപോയി അവിടെ ഡീപ്പ് സെൻസിങ് നടത്തി അവിടെയും ഒരു അന്വേഷണം ഗൗരവമായി നടത്തേണ്ടതുണ്ട്. ഇതിനകത്തൊരു വലിയ കോർഡിനേഷൻ്റെ പ്രശ്നമുണ്ട്. MLA ആണ് മറുപടി പറയുന്നത്, MP ആണ് മറുപടി പറയുന്നത്, ലോക്കൽ പൊളിറ്റിക്കൽ ലീഡർമാരാണ് അവർ മറുപടി പറയട്ടെ, അവർ ആളുകളുടെ ആശ്വാസത്തിന് വേണ്ടി മറുപടി പറയാം. പക്ഷേ ഇതിനൊരു സീനിയർ ലെവൽ ഉദ്യോഗസ്ഥർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന
സീനിയർ ലെവൽ എക്സ്പേർട്ടുകളും സീനിയർ ലെവൽ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അവർ പലപ്പോഴും ഇതിനകത്ത് ബ്രീഫിങ്ങോ മറുപടിയോ പറയുന്നില്ല. അവരൊരു എപ്പോഴും വന്ന് മറുപടി പറയണ്ട, ഓരോ പത്രക്കാരോടും പറയണ്ട, പക്ഷേ ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ അവർ ബ്രീഫ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ. കാരണം ഇതൊരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോഗ്രാമല്ലേ, അപ്പോൾ അതിനൊരു പ്രോട്ടോക്കോളില്ലേ. 2010 ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം നമ്മൾ അവസാനിപ്പിക്കാം. 2005 നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നതെങ്കിലും ഓരോ വർഷവും 2 വർഷം കൂടുമ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും പ്രോട്ടോക്കോൾ ഇറക്കാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്, NDMA. അങ്ങനെ 2019 ലാൻഡ് സ്ലൈഡിന് വേണ്ടി മാത്രം പ്രോട്ടോക്കോൾ ഇറക്കിയിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിന് വേണ്ടി മാത്രം ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല നാട്ടിൽ, ഇതെല്ലാം നമ്മുടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒന്നുകിൽ പരിചയമില്ല, അല്ലെങ്കിൽ ഉദാസീനത, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, അല്ലെങ്കിൽ എക്വിപ്മെൻ്റ് ഇല്ല, പിന്നെ കോർഡിനേഷൻ ഇല്ല. ഇത് അങ്ങോട്ട് കത്തയച്ച് ഇങ്ങോട്ട് കത്തയച്ച് തൊട്ടടുത്ത് സൈന്യമുണ്ടെങ്കിലും പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് വരണമെങ്കിൽ അവരെ വിളിച്ച് അവർ തീരുമാനമെടുത്ത് അവർക്ക് വരാൻ പറ്റൂ. തൊട്ടടുത്ത് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ ഇത് ടോട്ടലായി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് ഡിസാസ്റ്ററിൽ. അത് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും എൻ്റെ നിരീക്ഷണം.